പക്ഷെ MJ അങ്കിൾ ഈ വരവ് ഒരു വെറും വരവല്ല. കാരണം MJ അങ്കിൾ പറഞ്ഞൊരു കാര്യം ഉണ്ണി അങ്കിൾ ആള് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണത്? എന്ത് ചെയ്യണം? MJ അങ്കിളിന് എന്ത് കാണണം എന്ന ഒരു ആഗ്രഹം പറഞ്ഞു. പ്രസംഗം. യെസ്, അങ്ങനെ പ്രസംഗം റെഡിയാക്കിയിട്ട് നമ്മുടെ ദക്ഷ് കുട്ടനെത്തി. ലെറ്റ്സ് വെൽക്കം ദക്ഷ് ഓൺ സ്റ്റേജ്. അന്തര എനിക്ക് ഹായ് ഇല്ലേ? ഹായ് ചേച്ചി. ഹായ്. വെൽക്കം ദക്ഷ് കുട്ട. ചേച്ചി ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ചേട്ടൻ വന്നിട്ടുണ്ടോ? മുന്നേ വന്നിട്ടുണ്ടോ ചേട്ടൻ? അത് ആദ്യമായിട്ടാണോ? ഫസ്റ്റ് ടൈം. ഓക്കെ. കൊറേ പ്രാവശ്യം വരാൻ ട്രൈ ചെയ്തിരുന്നു, പക്ഷെ അപ്പത്തേക്ക് എന്റെ ഷൂട്ട് കഴിയാറുണ്ടായിരുന്നു. ഹലോ ചേട്ടൻ, സുഖല്ലേ ചേട്ടൻ? വീട്ടിൽ 4 പേരും കണ്ണട വെച്ചു. ചേട്ടൻ അധികം സംസാരിക്കാത്ത ആളാണോ? പുറത്തിറങ്ങുമ്പോ അധികം സംസാരിക്കൂല. വീട്ടിനകത്ത് മൊത്തം സംസാരിച്ചോണ്ട്? അല്ല, വീട്ടിന്റെ അകത്ത് ഫോണില് ആണ് അധികം. ചാറ്റിംഗ് ആണ്? അല്ല, ഇൻസ്റ്റാ റീൽസ്. റീല് നമ്മള് റീല് നോക്കിക്കൊണ്ടിരിക്കില്ല മോനെ. അപ്പൊ ഒരു റീല് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് എത്ര സെക്കൻഡ് കൊണ്ട് അറിയാൻ പറ്റും? 2 സെക്കൻഡ്. കണ്ടോ, അതാണ് പ്രസന്റ് സീനറിയോ എന്ന് പറയുന്നത്. 2 സെക്കൻഡാണ് ത്രഷോൾഡ്. ആ 2 സെക്കൻഡില് കൃത്യമായില്ലെങ്കിൽ അപ്പം മാറ്റും. ഇപ്പൊ എന്നെ പോലുള്ള മ്യൂസിക് കമ്പോസേഴ്സിനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം 2 സെക്കൻഡിനൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുത്തണം, പാട്ട് ഇഷ്ടപ്പെടുത്തണം, ട്യൂൺ ഇഷ്ടപ്പെടുത്തണം. അങ്ങനെ പറയരുത്. മറ്റേ ഇതില് ചെയ്തില്ലേ, അതൊക്കെ കിടില ഹുക്ക് ആക്ച്വലി. അത് പാട്ട് കേൾക്കാറുണ്ടോ ഒരുപാട്? ഏത് ടൈപ്പ് പാട്ടാണ് ഇഷ്ടം? മെലഡി. മെലഡി. അനിയൻ പാടിയ ഏത് പാട്ടാണ് ഇഷ്ടപ്പെട്ടത്? ഒന്ന് സഹായിക്കടാ, സ്വന്തം ചേട്ടനല്ലേ. അതെ, അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രാത്തിങ്കൾ പൂത്താലി. അപ്പൊ റാത്തിങ്കൾ പൂത്താലിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്തായാലും മോൻ വന്നത് വളരെ സന്തോഷം. ദക്ഷന്റെ ചേട്ടൻസിനെ കണ്ടു. വിഘ്നേഷ്. എടേ, നീ ഒരു അധിക പ്രസംഗം നടക്കാൻ വന്നാ? അല്ല, ചെറിയ പ്രസംഗം. ചെറിയ പ്രസംഗം. ഇനി തീവണ്ടിയെ പറ്റി വല്ലതും അവിടെ പ്രസംഗിച്ച? തീവണ്ടിയല്ല. എന്താണ് സബ്ജക്ട്? ഓവർ തിങ്കിങ്. അതാണോ നല്ല സബ്ജക്ട്? അപ്പൊ എത്ര നേരമാണ്? അത് അറിയില്ല. മാക്സിമം ഒരു 1.5 മിനിറ്റ്. 1.5 മിനിറ്റ്. പക്ക. അതില് വല്ലതും കൂടിയിട്ടുണ്ടെങ്കിൽ പാടി കഴിഞ്ഞിട്ട് പറഞ്ഞാൽ ഇത്തിരി വോയിസ്. ഈ വേഴാമ്പൽ കേഴും വേനൽ കുടീരം പോലെ ഞാൻ ഇങ്ങനെ വേഴാമ്പലായിട്ട് ഇങ്ങനെ അങ്ങനെ കേഴുകയാണ് പ്രസംഗത്തിന് വേണ്ടിട്ട്. ഓക്കെ, പാടുന്നേ. എന്റെ സ്വപ്നത്തിൻ താമരപ്പൊയ്കയിൽ റെട്രോ റൗണ്ട്. റെട്രോ റിവൈൻഡ്. വാട്ട് എ സോങ്. ദാസർ അഭിനയിച്ചിട്ടുള്ള പാട്ടും കൂടി കണ്ടിരുന്നോ? ഇതിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ദാസാർ അതിനകത്ത് അഭിനയിക്കുന്നുണ്ടല്ലോ. അപ്പോ ചിത്രകാരനും ഉണ്ട് അല്ലേ? ഈ പാട്ട് കഴിയുമ്പോഴത്തേക്കും ചിത്രം വരച്ചു കഴിയുന്നു. അത് ഭരതൻ സാറാണ്, ഗ്രേറ്റ് ഡയറക്ടർ. അപ്പൊ അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? സിനിമ അച്ചാണി, വർഷം 1973, ലിറിക്സ് പി ഭാസ്കരൻ സർ, മ്യൂസിക് ജി ദേവരാജൻ മാസ്റ്റർ, പാടിയത് യേശുദാസ് സർ. ഓക്കെ, മിടുക്കൻ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. നന്നായി പാടണേ. ഓക്കെ മാം. താമരപ്പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി നീലത്താമരമിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു. ചൈത്രം നിന്റെ നീരാട്ടു കണ്ടു നിന്നു. എന്റെ സ്വപ്നത്തിൻ താമരപ്പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി നീല
സെലക്ഷൻ sir. Thank you, ബ്യൂട്ടിഫുൾ ma'am. സെലക്ഷൻ. ഇനിയാണ് നമ്മുടെ ദക്ഷക്കുട്ടന്റെ പ്രകടനം അതെ അല്ലേ? ആ അതാണ് പനി വിടും മലർവനം. പനി വീഴും. അല്ല വിടും പനി വിടും. പനി പോവും അപ്പൊ. ഓക്കെ ഇറങ്ങാണോടാ? റെഡിയാണോ? ആ. റെഡി. പ്രിയ ബഹുമാനപ്പെട്ട ജഡ്ജസ്, ഗ്രൂമേഴ്സ്, രാകേഷ് അങ്കിൾ, ഞങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും തന്നുകൊണ്ടിരിക്കുന്ന ടോപ്പ് ബാൻഡ്, ഡിയർ പേരൻസ്, വെൽ വിഷേഴ്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം ഈസ് അബൌട്ട് ഓവർ തിങ്കിങ്. എന്താണ് ഓവർ തിങ്കിങ്? ഞാനിവിടെ ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളെല്ലാവരും കൂടി ചിന്തിച്ചു കൂട്ടിയ ചിന്തകളാണ് ഓവർ തിങ്കിങ്. ഇവിടെ കയറി എന്തു പറയുമെന്ന് ആലോചിച്ച് ഞാൻ ചിന്തിച്ചു കൂട്ടിയ ചിന്തകളാണ് ഓവർ തിങ്കിങ്. എന്നോടൊരു കോമഡി സ്പീച്ച് പറയണമെന്ന് പറഞ്ഞ നാൾ മുതൽ എൻ്റെ അമ്മ ചിന്തിച്ചു കൂട്ടിയ ചിന്തകളാണ് ഓവർ തിങ്കിങ്. സ്പീച്ചിനുള്ള വിഷയമൊന്നും കിട്ടാതെ ഓവർ തിങ്ക് ചെയ്ത് വട്ടായപ്പോൾ എനിക്ക് തോന്നി. എന്താണ് തോന്നിയത്? അപ്പോൾ എനിക്ക് തോന്നി ഈ വിഷയം തന്നെ എൻ്റെ സ്പീച്ചിലേക്ക് എടുക്കാമെന്ന്. കുട്ടികൾ പാട്ടുപാടാൻ ഫ്ലോറിൽ കയറാൻ തുടങ്ങുമ്പോൾ മുതൽ കാട് കയറി ചിന്തിച്ച് 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 ഉള്ള ടെൻഷനും പ്രഷറും ഒക്കെ അടിച്ചു കയറ്റുന്ന പാരൻസിനോടാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഒരു പാട്ടുപാടി തീരാൻ നേരം അതിൻ്റെ മാർക്കിനെ ഗ്രാൻഡ് ഫിനാലയുടെ മാർക്ക് പോലെ കണ്ട് കുട്ടികളെ വഴക്കു പറഞ്ഞ് അവരുടെ ആത്മവിശ്വാസത്തെ തല്ലിക്കെടുത്തുന്ന നിങ്ങളുടെ ഈ ചിന്താരീതികളെല്ലാം തന്നെ എതിർക്കപ്പെടുക തന്നെ ചെയ്യും. മോനെ മോളെ നന്നായിട്ട് പാടണേ എന്ന് ദയവ് ചെയ്ത് നിങ്ങൾ കുട്ടികളോട് പറയരുത്. കുട്ടികൾ പാട്ട് പഠിച്ചിട്ടുണ്ട്, അതവർ നന്നായിട്ട് തന്നെ പാടുകയും ചെയ്യും. ഡിയർ പാരൻസ്, നിങ്ങൾ അവിടെ ടെൻഷൻ അടിച്ച് ഓവർ തിങ്ക് ചെയ്തിട്ട് കുട്ടികൾക്കോ കുട്ടികളുടെ പാട്ടിനോ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ള കുട്ടികളോട് സ്വന്തം മക്കളെ താരതമ്യപ്പെടുത്തി എല്ലാ മക്കളെയും കുഴപ്പത്തിലാക്കുന്ന നിങ്ങളുടെ ഈ ചിന്താരീതികളിലും സ്വഭാവത്തിലും ഉടനെ തന്നെ ഒരു മാറ്റം വരുത്തണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു ഷോർട്ട് പ്രസംഗം എങ്ങനെയുണ്ടായിരുന്നു? വിത്ത് കിടിലൻ മെസ്സേജ്. ദക്ഷകുട്ട സംഭവിച്ചടാ. താങ്ക് യു മാം. കൊള്ളടാ, മിടുക്കനാട്ടാ. താങ്ക് യു സർ. അല്ല അവന്റെ ടോപ്പിക് തന്നെ കണ്ടോ? ആ സെലക്ഷൻ ഓഫ് അവനൊരു ടോപ്പിക്. ഭാവി ഞാൻ കാണുന്നുണ്ട്. പ്രസംഗത്തിൽ അവൻ എല്ലാത്തിലും ഒരു ഭാവി ഉണ്ട്. ഭാവി. ഈ പ്രസംഗം ശരിക്കും ഞാനും അമ്മയും കൂടി സീരിയസ് പ്രസംഗം നോക്കാറുള്ളൂ സാധാരണ. അപ്പോൾ ഈ ഒരു കോമഡി സ്പീച്ച് എഴുതി തന്നതിന് ഗ്രീൻസൺ ചേട്ടന് വളരെ നന്ദി. ഗ്രീൻസൺ ചേട്ടൻ എഴുതി തന്നെ. പച്ചമോനാണ് എഴുതി തന്നെ. അതെ അതെ അത് പച്ചമോൻ. ശരി. പുറത്ത് പോയി പ്രസംഗിക്കാറുണ്ടോ? സ്കൂളിന് പുറത്തൊക്കെ? സ്കൂളിന്റെ പുറത്ത് അവിടെ മലയാളം മിഷന്റെ ഒക്കെ 2-3 പ്രസംഗ മത്സരത്തിലൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്. ആ ഓക്കെ. ഇനി അപ്പൊ ഇനി മാർക്ക്. അതെ മാർക്കിന് നമുക്ക് അധിക പ്രസംഗം ഉണ്ടോ എന്ന് നോക്കട്ടെ. ഓക്കെ സർ. ദക്ഷകുട്ട, യെസ് സർ. ഇത്രയും അവശനായ നിലയിലും അതിഗംഭീരമായി പാടിയ ദക്ഷകുട്ടനെ, അതിഗംഭീരമായി പ്രസംഗിച്ച് അതിഗംഭീരമായി പ്രസംഗം, അതിനേക്കാൾ നന്നായി പാട്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി തീരുമാനിച്ചു താങ്കൾക്ക് ഒരു 98 ഔട്ട് ഓഫ് 100 തരാം. താങ്ക് യു സർ. താങ്കളുടെ ബുദ്ധിമുട്ടുകളെല്ലാം വേഗം മാറട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഈ സമയത്ത് മാർക്ക് പറയുന്നതിന് മുന്നേ ഓവർ തിങ്ക് ചെയ്തോ? ഇല്ല, ഓവർതിങ്ക് ചെയ്തില്ല. ഇനി വരുമ്പോ ഞാൻ പറയുന്നതിന്റെ അർത്ഥം കണ്ടുപിടിച്ചോണ്ട് വരണം. ദക്ഷ ശിക്ഷണ ദക്ഷ തരസുര ലക്ഷണ വിധി വിലക്ഷണ ലക്ഷ്യ ലക്ഷണ ബഹു വിചക്ഷണ സുധാ ഭക്ഷണ ഗുരു കടാക്ഷ വീക്ഷണം. കേട്ടോ? എല്ലാം മനസ്സിലായി. വേഗം പോയി കിടന്ന് ഉറങ്ങിക്കോന്നാണ് ഉദ്ദേശിച്ചത്. ബൈ. ബൈ.